നമസ്കാരം. നമ്മുടെ നഴ്സറിയിൽ ഏറ്റവും കൂടുതലായിട്ട് ആളുകൾ എൻക്വയറി ചെയ്യുന്നൊരു ഇനമാണ് നാടൻ ജാതി തൈകൾ. നാടൻ ജാതി തൈയിലുള്ള തൈകൾക്ക് നമുക്ക് നല്ല എൻക്വയറി വരാറുണ്ട്. ഈ സൈസിലുള്ള തൈകളാണ് നമ്മളിവിടെ വിറ്റുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള തൈകൾക്ക് ഇവിടെ ഇപ്പം ഈ വർഷം തൊട്ട് നമ്മൾ 30 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. നമ്മുടെ നാടൻ ജാതി തൈകൾ നമ്മൾ 30 രൂപയ്ക്ക് വിൽക്കുന്ന തൈകളാണ്. നോക്കിയാൽ അറിയാം, ഇപ്പം 2 തട്ടൊക്കെ ആയ തൈകളാണ്. ഇത്രയും വലിയ തൈകൾക്ക് നമുക്കിവിടെ 30 രൂപ നിരക്കിലാണ് നമ്മളിപ്പോൾ ഇവിടെ കൊടുക്കുന്നത്. നമുക്ക് ധാരാളമായ തൈകൾ ആവശ്യമുണ്ട്. ഇപ്പം ഇതൊക്കെ ബഡ് ചെയ്യാറായിട്ടുള്ള തൈകളാണ്. ഇവിടെയൊക്കെ വെച്ച് നമുക്ക് നാടൻ ജാതി ബഡ് ചെയ്യാൻ തുടങ്ങാം. സാധാരണ നാടൻ ജാതി ചെയ്യുമ്പോൾ മേളിൽ വെച്ച് ചെയ്യാറുണ്ട്. ഫ്യൂച്ചറിൽ അത് വലിയ ഗുണമില്ലാത്തതുകൊണ്ട് നമ്മളിവിടെ താഴെ വെച്ച് തന്നെയാണ് ചെയ്യുന്നത്. കാരണം നാടൻ ജാതിയുടെ താഴത്തെ തട്ട് നിർത്താൻ വേണ്ടിയിട്ടാണ് എല്ലാവരും മുകളിൽ ബഡ് ചെയ്യുന്നത്. ഇപ്പം താഴത്തെ തട്ട് ആൺജാതി ആയാൽ അതൊരു പോളിനേഷനും കൂടുതൽ കായ്ക്കുമൊക്കെ ഗുണകരമാകും എന്നുള്ള രീതിയിലാണ് താഴത്തെ തട്ടുകൾ നിർത്തിയിട്ട് നാടൻ ജാതിയിൽ മുകളിൽ ചെയ്യാറ്. എന്നാൽ സാധാരണ രീതിയിൽ ജാതി കൃഷി ചെയ്യുന്ന കർഷകർക്കെല്ലാം അറിയാം, നമ്മൾ കൃഷി ചെയ്യുന്ന സമയത്ത് താഴത്തെ തട്ടുകൾ പൊതുവെ നിലനിർത്താറില്ല. ഇതെല്ലാം ഇരിക്കുന്നത് നമ്മുടെ നാടൻ ജാതികളുടെ സ്റ്റോക്കാണ്. താഴത്തെ തട്ടുകൾ നമ്മൾ നിലനിർത്താറില്ല. താഴെയുള്ളൊരു 3 തട്ടോളം നമ്മൾ ജാതിയുടെ തട്ടുകൾ മുറിച്ച് കളയുകയാണ് കൃഷി ചെയ്യുന്ന എല്ലാ കർഷകരും ചെയ്യാറ്. കാരണം എന്നാൽ മാത്രമേ അതിൻ്റെ ചുവട്ടിൽ കൃത്യമായി വളമിടാനും പരിചരിക്കാനും നമുക്ക് സാധിക്കത്തുള്ളൂ. അപ്പം അങ്ങനെ ഒരു കാര്യം ഉള്ളതുകൊണ്ട് താഴത്തെ തട്ട് നമ്മൾ നിർത്താറില്ല. അപ്പം നമ്മൾ മേളിൽ കയറ്റി ബഡ് ചെയ്തിട്ട് അതിനകത്ത് പ്രത്യേകിച്ചൊരു ഗുണം നമുക്ക് ലഭിക്കാനില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ താഴത്തെ വെച്ച് തന്നെ നാടൻ ജാതിയിൽ ബഡ് ചെയ്യാറുണ്ട്. അപ്പം ബഡ് ചെയ്യാറായിട്ടുള്ള തൈകളൊക്കെ ഇതിനകത്ത് ധാരാളം ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ നാടൻ ജാതി സ്റ്റോക്ക് ഉണ്ടോ എന്ന് ചോദിച്ച് വിളിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്കിപ്പം ധാരാളം തൈകൾ ഇരിപ്പുണ്ട്. ഇപ്പം നമുക്ക് 30 രൂപയ്ക്കാണ് നമ്മുടെ നാടൻ ജാതി തൈകൾ കൊടുക്കുന്നത്.